ബാഗ് കൊണ്ടുപോകാനാണ്. കറണ്ട് പോയാ പൈസ പാർസലാണ്. മുകളിലെ എന്തോ ബാഗ് എന്തോന്ന് അങ്ങനെ തോന്നുന്നു. അതേ കണ്ട ഒരു സാധനം വന്നുണ്ടായിരുന്നു. അതെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആക്കേണ്ടി വരും ചിലപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫ്രൈഡേ ഉണ്ട്, 3-ാം തീയതി. ഇപ്പോൾ യൂബറിൽ 550 മീറ്റർ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാക്കനാടുള്ളത് 149 ട്രൈ കിട്ടി നമുക്ക്. അത് അവിടെ നിന്ന് ഇവിടം വരെ 6.68 കിലോമീറ്റർ വെണ്ണലായിരുന്നു. രാജഗിരി സ്കൂളിലേക്കായിരുന്നു. അതിന് 149 കിട്ടി. ഇപ്പം അത് രാജഗിരി സ്കൂളിൻ്റെ അവിടെ നിന്ന് 550 മീറ്റർ പിക്കപ്പ് വേറെ യൂബറിൽ റൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ആ റൈഡ് കഴിഞ്ഞ് അത് നമ്മുടെ ചിത്തിയതുവരെയുള്ള ബസ് സ്റ്റോപ്പില്ലേ 2.6 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 78 രൂപ റൈഡ് കിട്ടി. പിന്നെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ട്രിനിറ്റി വേൾഡില്ലേ അവിടെ വരെ നമുക്ക് റൈഡ് കിട്ടി. അത് 1.8 കിലോമീറ്റർ ഉണ്ടായുള്ളൂ, 1 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. അതിനും 78 രൂപ കിട്ടി. അപ്പോൾ അടുത്ത റൈഡ് റാപ്പിഡോയിൽ പറഞ്ഞടിച്ചിട്ടാ അത് അളപ്പിക്കുമ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ടായി. അത് 150 എത്രയാണ്. പക്ഷേ യൂബറിൽ 170 പറഞ്ഞടിച്ചായിരുന്നു. തൊട്ടടുത്ത് 500 മീറ്റർ വരണം. ഞാൻ മറ്റേ റാപ്പിഡോയിൽ എടുത്തോണ്ട് അത് എടുത്തില്ല. മര്യാദക്ക് എടുത്താൽ റാപ്പിഡോയിൽ ക്യാൻസൽ ചെയ്താലും കുഴപ്പമുണ്ടായില്ലായിരുന്നു. വെറുതെ 1.5 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു. 1/2 കിലോമീറ്റർ പോയാൽ മതിയായിരുന്നു. പിന്നെ ആ 177 ഉണ്ടായി. ആ വേഗം പോയി. ചിന്തിച്ച് നിന്നപ്പോഴത്തേക്കും വേഗം പോയി. അപ്പം തന്നെ എടുത്ത് എനിക്ക് കിട്ടിയേനെ. അപ്പം നമുക്ക് അളപ്പിക്കാകുമ്പോൾ പൈസ പാറയുടേനെ. അത് നമ്മുടെ ചോയ്സ് സ്കൂളിലേക്ക് വരുന്നു. 7.5 കിലോമീറ്റർ ഉണ്ടായി. 154 കസ്റ്റമറും റാപ്പിഡോ 2.81 ഉണ്ടായി. 56 രൂപ ടോട്ടലാണ് റൈഡ് കിട്ടി. മറ്റേ ചോയ്സിലേക്ക്, ഇത് ചോയ്സിലേക്കായിട്ടാണ്. മറ്റേത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതാണ് 177 വന്നേച്ചത്. അപ്പം എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ സമയം 8:08 അവൻ ഇന്ന് പോയില്ല. ഓൺലൈൻ പോയത് എത്ര മണിക്കാ? 6:49 കേട്ടോ ഓൺലൈൻ പോയത്. ഓൺലൈൻ പോയപ്പോൾ തന്നെ റാപ്പിഡോയിൽ ഇതടിച്ച് അങ്ങനെ വന്ന്. ഇപ്പോൾ ഒരു റൈഡ് അടിച്ചിരുന്നു 169 തൃക്കാക്കരയിലെന്തോ. എന്നിട്ട് ഞാൻ നെക്കിയിട്ട് ഓൾറെഡി ഇട്ടേക്കുന്നു. യൂബർ ഇപ്പോൾ മൊത്തം ഓൾറെഡി ഇട്ടേക്കാനായിട്ട് എനിക്ക് തന്നെ. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. 8:17 കൈസ്. ഇപ്പോൾ ഒരു 5-6 റൈഡൊക്കെ ഉണ്ടാവും ഓൾറെഡി ഇട്ടേക്കണ്ട്. യൂബർ കാണിച്ചുകൊണ്ടിരിക്കണം. ഒരു 1 കിലോമീറ്ററൊക്കെ ആക്കാനുള്ളതും അങ്ങനത്തെ കുറച്ച് റൈഡ്സൊക്കെ ഇങ്ങനെ അടിച്ച് 78 രൂപ അടക്കുക. പിന്നെ ഒരു 160 അടിച്ച്. ഇതൊക്കെ ഓൾറെഡി ടേക്കെന്നാ കാണിക്കണം. റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആണെന്ന് അറിയാം. എന്നാലും ഏതെങ്കിലും റൈഡ് കിട്ടണ്ടേ. റാപ്പിഡ് ഒരു 5 അടിച്ചോളൂ. അപ്പം തന്നെ പോവുകയും ചെയ്തു. ഞാൻ ഇപ്പം 8 വരാൻ വിചാരിച്ചു. സമയം എത്രയായി? 8:37 അവനെ കുറച്ച് നേരം ഫോണിൽ കളിച്ച് നിന്നിട്ട് അവിടെ. ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. അതേ കണ്ട ഒരു സാധനം വന്നുണ്ടായിരുന്നു. അതെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആക്കേണ്ടി വരും ചിലപ്പോൾ. കുറേ വന്നുകൊണ്ട് പണിയാണ്. ഇനി സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആക്കട്ടെ. ഒരു സ്റ്റോപ്പ് കൊണ്ട് 4.7 85 രൂപ. അതൊന്ന് വിളിക്കാൻ പോകണമായിട്ട് അവിടെ പോകണം. 2 കിലോമീറ്റർ വിളിക്കാനും പോകണം. പക്ഷെ എന്ത് പണിയാന്ന് നോക്കി. സ്വിച്ച് ഓഫ് ആയിട്ട് ഓണാക്കിയിട്ട് അടിച്ച ആദ്യത്തെ റൈഡാണ്. പേട്ടയിൽ ഞാൻ ഇങ്ങാട് ചമ്പക്കരയുടെ അങ്ങാട് വന്നു. ഫൈനലി നമ്മൾ ചമ്പക്കര ചമ്പക്കര പാലം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് 2-3 റൈഡ് അടിച്ചു തുടങ്ങി. അതിൽ ഒരു റൈഡ് ഞാൻ എടുത്തു. അഞ്ചലി 750 മീറ്റർ വിളിക്കാൻ പോയി. അപ്പോൾ അഞ്ചലി എനിക്ക് അങ്ങനെ മറിയൻ ഡ്രൈവിൻ്റെ ഏരിയയിലേക്കാണ്.
ഓക്കെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ, അടിപൊളി. പൈസ ഇപ്പോൾ 6 കഴിഞ്ഞു. അത് 6.14 കിലോമീറ്റർ ഉണ്ടായിരുന്നു, 152 രൂപ. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ പുറകിലായിട്ടായിരുന്നു. അപ്പോൾ ചാർജ് ഇന്നലെ ചാർജ് ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞു. ആ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് പോയി വെച്ച്. അപ്പോൾ വന്നപ്പോൾ പാതിരയായി. അപ്പോൾ കുത്തിയിടാൻ ചോദിച്ചതെങ്കിലും അവിടെ ഫുള്ള് വണ്ടികൾ കുത്തിയിട്ട് എല്ലാം പോയി നിൽക്കണമായിരുന്നു. പിന്നെ ഉള്ള ചാർജിൽ നിന്ന് രാവിലെ ഓടാൻ വിചാരിച്ചായിരുന്നു ഇന്ന് ഇറങ്ങിയത്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് പള്ളിയിലും കൂടി പോകണമല്ല. അപ്പോൾ ഇപ്പോൾ സമയം എന്തായാലും 9:22 അപ്പോൾ കുറച്ച് ഓടിക്കാം, ഒരു 10-15 കിലോമീറ്റർ ഓടിക്കാം. റിട്ടേൺ ഉള്ള റൈഡ് നമുക്ക് നോക്കാം, എന്നിട്ട് വണ്ടി ചാർജ് ചെയ്യാനിടാം. അപ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ MG റോഡ്, പത്മേട എവിടെയാണ്? സെൻട്രൽ സ്ക്വയർ ഫ്രണ്ടിൽ നിന്ന് ഒരു റൈഡ് കിട്ടിയായിരുന്നു. അത് നമ്മുടെ പുല്ലപ്പടി പാലം കഴിഞ്ഞ് ഇങ്ങാട് വരുമ്പോഴത്തേക്കും ഇത് 2.5 കിലോമീറ്റർ, 82 രൂപ. അതിനിപ്പോൾ ഒരു റൈഡ് അടിച്ചു. പക്ഷേ എന്ത് റൈഡാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. സെലക്ട് ചെയ്തെടുക്കാൻ പോലത്തെ റൈഡ് അങ്ങനത്തെ വന്നത്, പാക്കേജാന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ പോയി നോക്കാം നമുക്ക് എങ്ങനെയാണ്. ചാർജും ഇല്ല, എങ്ങാടാന്ന് പറഞ്ഞൂടാ. പ്ലീസ് പാർസലാണ്. അപ്പോൾ മുകളിൽ എന്തോ ബാഗ് എന്തോന്ന് അടിയിലേക്ക് വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്താ ഇത് ആദ്യമായിട്ടാണ്, എനിക്ക് ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല ഈ സംഭവം. കൊള്ളാം എന്തായാലും. പ്രൈസ് പോളി. OTP ഒന്നും വേണ്ട, അതേ വെറുതെ അങ്ങ് കൺഫേം ചെയ്താൽ മതി. ഇതൊരു ബാഗ് കൊണ്ടുപോകാനാണ്. കറണ്ട് പോയാ ഞാൻ നെക്കിയില്ല. ഞാൻ കറണ്ട് പോയി ചോദിച്ചു, ഇതെല്ലാം ഓഫായി പോയി. കവറായി വിചാരിച്ചു. എനിക്കൊരു ബാഗ് കൊടുക്കാനാണ്. കൊള്ളാം എന്തായാലും സംഭവം. ഇങ്ങനത്തെ കിട്ടിയാൽ കുഴപ്പമില്ല. അടിയിലേക്ക് പോകണ്ടേ? ആ പോകണ്ട്. ഞാൻ വിചാരിച്ചു ഫാനൊക്കെ ഓഫായി പോയി, കവറാന്ന് വിചാരിച്ചു. 3.94 കിലോമീറ്റർ കേട്ടോ. എത്ര രൂപ? 128, 156 അങ്ങനെയാണ് ഒരു ഇത് കാണിച്ചത്. കറക്റ്റ് ഇത് കാണിച്ചില്ല. ഒരു ബാഗ് കൊണ്ടുപോകാൻ അടിപൊളി കേട്ടോ. ഇങ്ങനത്തെ റൈഡൊക്കെ കിട്ടിയാൽ പൊളിച്ച്. ഇപ്പോൾ പാക്കേജൊക്കെ കൊടുത്തതിന് പാക്കേജ് ചെയ്ത് എത്രയാണ്? 3.87 കിലോമീറ്റർ. എന്തൊക്കെയാണ് കാണിക്കണം? 113 രൂപ കിട്ടി. അതിന് അവിടെ നിന്നൊരു എത്രയാണ് 650 മീറ്റർ അപ്പുറം വേറൊരു റൈഡ് കിട്ടി. അത് 5 കിലോമീറ്റർ, 108 രൂപ. അത് നമ്മുടെ വെണ്ണലേക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇനിയപ്പോൾ അതേ ചാർജും വണ്ടി കുത്തിയിടാൻ പോണേ. ഓക്കെ ഗൈസ്, പുതിയ ഫോൺ മേടിച്ചു. സ്ക്രീൻ കാർഡ് മേടിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് എത്ര കിട്ടിയെന്ന് പറയാം. ഇന്ന് മോർണിംഗ് മാത്രമേ ഓടണുള്ളൂ. ഉച്ചക്ക് ഞാൻ ഇന്നലെയൊക്കെ പോയതിൻ്റെ ഒരു കാര്യം നോക്കാനല്ല, എടുക്കാൻ പോകാം. ഓരോ ദിവസം ഓരോ നാട്ടിലൊരു 2 റൈഡ് ഊബറിൽ 900. അത് ഡ്രൈവ് പാസ് ഉണ്ടോ 600. അപ്പോൾ 300 ഗൈസ്, ഞാൻ ഒരു ഊബർ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവൻ ക്യാൻസൽ ചെയ്തു.
പെണ്ണുങ്ങളെ നോക്കിക്കണേന്നാണ് തെണ്ടികള്. അനങ്ങിയിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ തന്നെ നിൽക്കണേ. ഫുൾ ക്യാൻസൽ ചെയ്താലോ? ഞാൻ